അതായത് ഈ നിമിഷം ബിന്നിക്കുള്ള ഒരു വിചാരം എന്ന് പറഞ്ഞാൽ അനുമോളുടെ PR കൊണ്ടാണ് ബിന്നി ഔട്ടായി പോയതെന്നാണ്. ഒരിക്കലുമല്ല. ആ ഒരാഴ്ച ബിന്നിയുടെ പ്രകടനം എത്ര ബോറായിരുന്നു എന്നറിയോ? ഡോക്ടർ ബിന്നിയാണ് അവിടെ PR എന്നൊരു സംഭവം അനുമോൾക്കുണ്ട് എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിച്ചത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവസാനിക്കുകയും ചെയ്തു, വിന്നറിന് കപ്പ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞും അതിലുള്ള മത്സരാർത്ഥികൾ ആ വിന്നറിനെതിരെ ചെളിവാരി തേക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചെളിവാരി തേച്ചുകൊണ്ട് ഈ ബിഗ് ബോസിന്റെ ഷോ കഴിഞ്ഞിട്ടും വിന്നർ കപ്പ് നേടിയിട്ടും ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത് എ ടൈപ്പ് ഓഫ് സൈബർ ബുള്ളിങ് ആണ് വിന്നറിനെതിരെ. പക്ഷെ അവർ പറയുന്നത് ഈ വിന്നറിന്റെ PR-ഉം അനുമോളുടെ PR-ഉം മറ്റാളുകളും ചേർന്ന് ഞങ്ങളെ ബുള്ളിങ് ചെയ്തു ഔട്ട് ആക്കി എന്ന് പറയുന്നു. ഷോ കഴിഞ്ഞല്ലോ, നിങ്ങൾ ഔട്ടായി എന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷവും ഇരുന്ന് നിങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള സൈബർ ബുള്ളിങ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയണം തോന്നി. ഡോക്ടർ ബിന്നിയുടെ ചില വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ, ഭയങ്കര ഇങ്ങനെ അതായത് സത്യം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സത്യം എല്ലാവരുടെ മുന്നിൽ എത്തിക്കുന്നതിനുപരി ഒരു വാശിയോടെ പകരം വീട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഡോക്ടർ ബിന്നിയെ നമ്മൾ ആക്ഷേപിച്ച് പറയുമൊന്നുമല്ല. ഒരു ഘട്ടം വരെ ഡോക്ടർ ബിന്നിയെ പോലെയുള്ള മത്സരാർത്ഥികളെ ഞാനൊക്കെ സപ്പോർട്ട് ചെയ്തു തന്നെയായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് ജെനുവിൻ ആയിട്ടുള്ളൊരു ഗെയിം അല്ല എന്ന്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡോക്ടർ ബിന്നി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർ ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന ആ ഒരാഴ്ചയുണ്ടല്ലോ, ഡോക്ടർ ബിന്നി വിചാരിക്കും അത്രയും ദിവസത്തിൽ ഏറ്റവും വലിയ ഒരു താൻ എന്തോ അതായത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ആഴ്ചയായിരിക്കും അതെന്ന്. പക്ഷെ കാഴ്ചക്കാർക്ക്, ഞാനൊരു പ്രേക്ഷകയാണ്, ഒരു സാധാരണ പ്രേക്ഷകയാണ്, ബിന്നിയുടെ ഹസ്ബൻഡ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയ ആ ഒരാഴ്ച ഉണ്ട്, അവിടെ നിൽക്കാൻ ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരാഴ്ച ബിന്നിയുടെ പ്രകടനം എത്ര ബോറായിരുന്നു എന്നറിയോ? നമുക്ക് ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് ആക്ഷേപിക്കുന്നത് പോലെ തോന്നും. ഒരിക്കലും അല്ല. അവരുടെ ഗെയിമിനെ കുറിച്ച് നമ്മൾ പറയുക ചെയ്യുന്നത് എന്തൊരു ഓവറായിരുന്നറിയാം. ആ ഒരു ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബിന്നി വേറൊരു ബിന്നിയായി. കുറച്ച് അഹങ്കാരമൊക്കെയുള്ള ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള ഒരു ബിന്നിയെ പോലെ തോന്നി. അതായത് ഞാൻ ക്യാപ്റ്റനാണെന്ന് പല തവണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരു ഗെയിമറിനെ നമ്മൾ അവിടെ കണ്ടില്ല. പ്രേക്ഷകർക്ക് കോണ്ടന്റ് കൊടുക്കാനുള്ള ഒരു മത്സരാർത്ഥിയൊന്നും നമ്മൾ അവിടെ കണ്ടില്ല. തന്റെ ഭർത്താവിനെ അതായത് ഭർത്താവിന്റെ മുന്നിൽ ഞാനൊരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് എന്ന് കാണിക്കാനുള്ള തത്രപ്പാടും വ്യഗ്രതയും മാത്രമേ ഞങ്ങൾ അവിടെ കണ്ടുള്ളൂ. ഭയങ്കര അരഗന്റ് ആയിട്ടായിരുന്നു അവിടെ ബിഹേവ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൽ ഒരു 10-15 തവണ ഞാനാണ് ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും, അതായത് ആരെയും വകവെക്കാതെ ആരുടെ അഭിപ്രായങ്ങൾ പോലും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ബിന്നിയുടെ. ആ ആഴ്ച തന്നെ ആണെന്ന് തോന്നുന്നു ഔട്ടായി പോയത്. അപ്പൊ ആ ആഴ്ച ഇപ്പൊ എനിക്കറിയാവുന്നവരാണെങ്കിലും ബിന്നിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആരും ബിന്നിക്ക് വോട്ട് കൊടുത്തിരുന്നില്ല. അപ്പോൾ നേരത്തെ ഔട്ടായി പോയ മത്സരാർത്ഥികൾ, എസ്പെഷ്യലി ഏഷ്യനെറ്റിന്റെ തന്നെ ആളാണ് ബിന്നി. ഏഷ്യനെറ്റിന്റെ ഒരുപാട് സീരിയലുകളിലൊക്കെ ഉണ്ടെന്ന്, ഞാൻ സീരിയൽ കാണാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, ഏതൊരു സീരിയലിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു മനോഭാവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഏഷ്യനെറ്റിന്റെ ആളാണല്ലോ, അപ്പൊ പിന്നെ എന്നെ അങ്ങോട്ട് ഔട്ട് ആക്കത്തില്ലായിരിക്കും, ഞാൻ അവസാനം വരെ നിന്ന് ആ ഒരു ട്രോഫി പൊക്കുന്ന ഞാനായിരിക്കും. ഓരോ മത്സരാർത്ഥികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്, കപ്പിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഇവർ ഔട്ടായി പോകുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് അല്ല. കാരണം ഇവരുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്സ് അവിടെ വരുവാണെങ്കിൽ ഇവർ തിരിച്ചറിയാതെ ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ ഏഷ്യനെറ്റിൽ തന്നെ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് കപ്പ് കിട്ടും, ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്തായാലും ഫൈനൽ 5 വരെ ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് നല്ലതാണ്. ഓവർ കോൺഫിഡൻസ്, എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വരികയാണെങ്കിലും അത് അംഗീകരിക്കാതെ അതെനിക്ക് മതി, അതായത് ആ കപ്പാണ്, ഞാൻ എന്ത് ഇത് കാണിച്ചിട്ടാണെങ്കിലും കപ്പ് നേടും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, അതാണ് നിങ്ങളെയൊക്കെ പരാജയത്തിലേക്ക് എത്തിച്ചതെന്ന് എൻ്റെ ഒരു അഭിപ്രായവും വിലയിരുത്തലിൽ നിന്നും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ ബിന്നി ഔട്ടായി പോയതിന്റെ കാര്യം ബിന്നിയുടെ ഭാഗത്തു നിന്ന് വന്ന കുറവുകൾ കൊണ്ടാണ്, കോണ്ടന്റുകൾ ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. ഉള്ള കോണ്ടന്റുകൾ ആയിരുന്നുവെങ്കിൽ തന്നെ ഇതുപോലെ ഭയങ്കര അരഗന്റ് ആയിട്ട് ആ ഒരു ക്യാപ്റ്റൻസി കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര അഹങ്കാരത്തോടു കൂടി അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക്, തൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് തന്റെ ഭർത്താവിന് മുന്നിൽ ഭയങ്കര ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടും ഭയങ്കര ഓവർ ആക്ടിങ്ങും ഭയങ്കര ഓവർ ആയിട്ടുള്ള ഷോ ഓഫും ഒക്കെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ബിന്നി എനിക്ക് തോന്നുന്നു ആ വീക്കിൽ എവിക്റ്റ് ആയി പോയത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ പരദൂഷണം പറയുന്ന ഏഷ്യനി പറയുന്നു, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ പറയുന്നതാണ്, മനസ്സിലില്ലേ? അതിനെ കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ബിന്നി പലപ്പോഴും അധികാരം കൈ കിട്ടി കഴിഞ്ഞപ്പോൾ സ്വയം മറന്നുപോയി.
അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞെന്ന് വെച്ചാലേ, ബിന്നിയുടെ ഇപ്പം അതായത് ഈ നിമിഷവും ബിന്നിക്കുള്ളൊരു വിചാരം എന്ന് പറഞ്ഞാൽ അനുമോളുടെ PR കൊണ്ടാണ് ബിന്നി ഔട്ടായി പോയതെന്നാണ്. ഒരിക്കലുമല്ല. ആ ഒരു മോർണിംഗ് സെഗ്മെന്റിൽ PR കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു, പക്ഷെ വളരെ ശക്തമായി അനുമോൾ ഇത് എന്നോട് പറഞ്ഞു, ഇത്ര ലക്ഷമുണ്ട് എന്നൊക്കെ തുറന്നടിച്ച്, ഇതൊരു വലിയ റിയാലിറ്റി ഷോ ആണ്, ഇത് പുറത്തു പോയാൽ വലിയൊരു കോണ്ടന്റ് ആയിട്ട് മാറും, ഇത് വലിയ ഒരു സംഭവമാകും എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, അതായത് PR അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ 16 ലക്ഷത്തിന്റെ PR ഉണ്ടെന്ന് അനുമോൾ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒബ്വിയസ് ആയിട്ട് ആ ഒരു പടക്കത്തിന് തിരികൊളുത്തുകയാണ് ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കുകയോ സംസാരിക്കുന്നു വേണം. കാരണം നമ്മളൊക്കെ എത്ര സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന, അതായത് ഞാൻ ഔട്ടായി പോയതിന്റെ കാരണം അനുമോളുടെ PR ആണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന, നന്നായിട്ട് ഗെയിം കളിക്കാത്ത ഓരോ മത്സരാർത്ഥികളും, ആദ്യം തന്നെ എവിക്റ്റായി പോയ ഓരോ മത്സരാർത്ഥികളും ഈ PR തലയിൽ കൊണ്ടുവയ്ക്കും. ഇവരുടെ ഭാഗത്തെ എനിക്ക് തോന്നുന്നു ഇവരുടെ കുറവുകളെല്ലാം ഇങ്ങനെ തേച്ച് മാച്ച് കളയാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഇപ്പോൾ അനുമോളുടെ PR എന്ന് പറയുന്നത്. ഇവരുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്സ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ അൺഫെയർ എവിക്ഷൻ എന്ന് എനിക്ക് തോന്നിയത് ഗിസൈലിന്റെ ആയിരുന്നു. അല്ലാതെ ബാക്കി എല്ലാ മത്സരാർത്ഥികളുടെയും കറക്റ്റ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു എന്ന് പിന്നീടുള്ള, അതായത് റീ എൻട്രി സമയത്ത് നമുക്ക് മനസ്സിലായി. എസ്പെഷ്യലി RG ബിൻസിയുടേതാണെങ്കിലും മറ്റു മത്സരാർത്ഥികളുടെ ഷാരികയുടേതൊക്കെ ആണെങ്കിലും ഭയങ്കര പക്കയായിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലായതാണ് അല്ലേ. അത് പ്രേക്ഷകരുടെ സ്ഥാനത്തിരുന്ന് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു വെച്ചിരുന്നു 100ാമത്തെ ദിവസം നിങ്ങളായിരിക്കും ആ ഒരു കിരീടം ചൂടുന്നത്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എവിക്റ്റായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, സ്വാഭാവികമാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു നിമിഷം, ഒരു മണിക്കൂർ നിങ്ങൾ പ്രേക്ഷകരുടെ സ്ഥാനത്തിരുന്ന് നിങ്ങൾ ആ എപ്പിസോഡുകൾ മുഴുവൻ കണ്ടു നിൽക്കുക. അതായത് നിങ്ങളല്ല അവിടെ ഗെയിം കളിക്കുന്നത്, നിങ്ങളൊരു മത്സരാർത്ഥിയല്ല, നേരെ മറിച്ച് നിങ്ങളെ കാണുന്ന ഒരു പ്രേക്ഷകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ എപ്പിസോഡുകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും നിങ്ങൾ എവിക്റ്റായി പോയത് PR ടീമിന്റെ അറ്റാക്ക് കൊണ്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും വലിയൊരു തെളിവ് പറഞ്ഞു തരാം. PR അറ്റാക്ക് നടത്താൻ ആഹ്വാനം ചെയ്തിരുന്നത് ആരാണെങ്കിലും അക്ബറിനെതിരെയായിരുന്നു. പക്ഷെ അക്ബർ ഫൈനൽ 5 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഏറ്റവും അധികം കരുവാരി തേച്ചതും ഏറ്റവും അധികം സൈബർ ബുള്ളിയും കിട്ടിയതും അക്ബറിന്റെ ഫാമിലിക്കായിരുന്നു. പക്ഷെ അക്ബർ ആ 100 ദിവസവും നിന്നല്ലോ. ഗ്രാൻഡ് ഫിനാലയിൽ ഫൈനൽ 5 ഞങ്ങൾ അക്ബറിനെ കണ്ടല്ലോ. എന്തേ PR അക്ബറിനെ ഇറക്കാൻ പാടില്ലായിരുന്നോ? പറ്റില്ലായിരുന്നോ? അതിനുള്ള കഴിവില്ലായിരുന്നോ? ബിന്നിയെയും അതുപോലെയുള്ള ഷാരികയും ആളുകളെയൊക്കെ മാത്രമേ PR ഇറക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ബിന്നി ഇങ്ങനെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് എതിര് പറയാനല്ല, ശരിയാണ്, അത് അവരവരുടെ സത്യം തെളിയിച്ചു. പക്ഷെ ഈ ബിഗ് ബോസ് ഷോയും കഴിഞ്ഞ് വിന്നറിനെയും കണ്ടെത്തി അതിനുശേഷം ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് സൈബർ ബുള്ളിങ് തന്നെയാണ്. PR ഒന്നുമില്ലാതെ സ്വന്തമായിരുന്ന് ബുള്ളിങ് ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും പ്രേക്ഷകർക്ക്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങളുടെ എപ്പിസോഡുകൾ, നിങ്ങളാണ് അതിൽ മത്സരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയില്ലാതെ നിങ്ങളുടെ എപ്പിസോഡുകൾ മറ്റൊരു പ്രേക്ഷക കാണുന്ന രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും എവിടെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പോയത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.